ആൽഫ PTE, ലാംഗ്വേജ് അക്കാഡമി, AP യൂണി, പലയധികം വെബ്സൈറ്റ്സ് ഉണ്ടല്ലോ ഗൂഗിളിൽ. ഏതിൽ ഞാൻ പ്രിപ്പയർ ചെയ്യും? PTക്ക് വേണ്ടി ഇങ്ങനെ ഞാൻ പ്രാക്ടീസ് ചെയ്യും? ഏത് മോക്ക് ടെസ്റ്റ് എഴുതും? കൺഫ്യൂസ്ഡ് ആണ് മച്ചാനെ, വല്ല ഒന്ന് പറഞ്ഞു തരുമോ? ഇതാണ് നിങ്ങളുടെ അവസ്ഥയെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണും, വളരെയധികം ഇൻസൈറ്റ്ഫുൾ ആയിരിക്കും. വെൽക്കം ടു PTE സിംപ്ലിഫൈഡ് മലയാളം. ഇനി ഇംഗ്ലീഷ് പഠിക്കാം മലയാളത്തിൽ. PT റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് എല്ലാ 2 ദിവസവും ചെയ്യും. അതൊക്കെ ചെന്ന് ചെക്കൗട്ട് ചെയ്യുക. കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ഡു കൺസിഡർ സബ്സ്ക്രൈബിംഗ് ആൻഡ് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെച്ചിരുന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങളിലോട്ട് എത്താതിരിക്കത്തില്ല. PT റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സ്പെസിഫിക് ടൈപ്പ് ഓഫ് വീഡിയോസ് വേണമെങ്കിലും എന്തെങ്കിലും സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡൗട്ട്സ് ഉണ്ടെങ്കിലോ താഴെ കമന്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. ഐ വിൽ റിപ്ലൈ ടു ഇറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. ആൻഡ് ഒരു കോഴ്സ് ഞാൻ ഓഫർ ചെയ്യുന്നുണ്ട്. യൂട്യൂബ് വഴി പഠനം പോരാ എന്ന് തോന്നുന്നവർക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു കോച്ചിങ്ങിന് നിങ്ങൾക്ക് എൻറോൾ ചെയ്യാം. താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് ഇട്ടാൽ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങളിലോട്ട് എത്തും. വളരെയധികം എഫേർട്ട് ഇട്ട് ചെയ്യുന്ന വീഡിയോ ഉണ്ട്. ലൈക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ദ ബെസ്റ്റ് വെബ്സൈറ്റ്സ് ഫോർ പ്രാക്ടീസ് PT പ്രാക്ടീസ് ചെയ്യാൻ ഏത് വെബ്സൈറ്റ്സ് ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം. സോ ആദ്യം നമുക്ക് വെബ്സൈറ്റുകൾ നോക്കാം. അതിനുശേഷം മോക്കുകളെ പറ്റി, മോക്ക് ടെസ്റ്റിനെ പറ്റി നോക്കാം. വെബ്സൈറ്റ് ആയിട്ട് ഞാൻ പേഴ്സണലി ഉപയോഗിച്ചിരുന്നത് AP യൂണിയാണ്. AP യൂണി അത്യാവശ്യം നല്ല ഒരു വെബ്സൈറ്റ് ആണ്. അവർ പെയ്ഡ് പ്ലാനുകളൊന്നും എടുക്കരുത്. ഓക്കെ, AP യൂണിയെ മാത്രമല്ല ഞാൻ ഇനി പറയാൻ പോണ ഒരു വെബ്സൈറ്റിനെയും പെയ്ഡ് പ്ലാൻസ് എടുക്കേണ്ട, പെയ്ഡ് മെമ്പർഷിപ്പ് എടുക്കേണ്ട ആവശ്യമില്ല. ടെംപ്ലേറ്റ്സിനും ഈ സ്കോറിങ്ങിന്, AI സ്കോറിങ്ങിനൊക്കെയാണ് അവര് പൈസ വാങ്ങുന്നത്. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, ടെംപ്ലേറ്റ്സ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും. എന്റെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് എന്റെ ചാനലിൽ നിന്ന് എടുക്കാം. ബാക്കിയുള്ള ഏത് സോഴ്സിൽ നിങ്ങൾക്ക് റിലയബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് ടെംപ്ലേറ്റ്സ് എടുക്കാം. പ്രാക്ടീസ് വൈസ് ലിസണിങ്ങിനും റീഡിങ്ങിനും നിങ്ങൾക്ക് ഏത് വെബ്സൈറ്റിലും പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് നേരത്തെ തന്നെ കമ്പ്യൂട്ടറിൽ സേവ്ഡ് ആയതുകൊണ്ട് ആ സെക്ഷൻസ് ഒക്കെ ഫ്രീ ആയിരിക്കും. പിന്നെ ഈ സൈറ്റുകളൊക്കെ പൈസ വാങ്ങുന്നത് റൈറ്റിങ്ങിനും സ്പീക്കിങ്ങിനും വേണ്ടിയാണ്. സ്പീക്കിങ് സ്വയമേ നിങ്ങൾക്ക് അസസ് ചെയ്യാൻ പറ്റും. എന്റെ ചാനലൊക്കെ ഫോളോ ചെയ്യുന്നവർക്കോ എന്റെ കോഴ്സ് എൻറോൾ ചെയ്യുന്നവർക്കൊക്കെ സ്വയം അസസ് ചെയ്യാൻ അറിയായിരിക്കും. പ്ലസ് റൈറ്റിംഗ് അസസ് ചെയ്യാൻ നിങ്ങൾ ഒരിടത്തും പോകണ്ട. ChatGPT പോവുക. ChatGPT ചെന്ന് നിങ്ങൾക്ക് essay അല്ലെങ്കിൽ PT കോർ എഴുതുന്നവർക്ക് ഇമെയിൽ അത് അവിടെ കൊണ്ടിടുക. എന്നിട്ട് എന്തെങ്കിലും ഗ്രാമാറ്റിക്കൽ എറർ ഉണ്ടോ, ചെക്ക് ഫോർ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എറേഴ്സ്, ഡോണ്ട് ചെക്ക് ഫോർ അഡ്വാൻസ്ഡ് ഗ്രാമർ എറേഴ്സ് എന്ന് പറഞ്ഞൊരു കൂടെ അടിച്ചു കൊടുത്തിട്ട് അവിടെ തന്നെ അനലൈസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ പിന്നെ എന്തിനാണ് ഇവർക്കൊക്കെ പൈസ കൊണ്ട് കൊടുക്കണം? പ്രാക്ടീസിന് വേണ്ടി മാത്രമേ ഞാൻ പറയുന്ന എല്ലാ വെബ്സൈറ്റ്സും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ജസ്റ്റ് ഫോർ പ്രാക്ടീസ്, ക്വസ്റ്റ്യൻ കിട്ടാൻ വേണ്ടി. ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ഡീസന്റ് ആണ്. ഇവരുടെ മീഡിയം ലെവൽ ഡിഫിക്കൽട്ടി, ഹൈ ലെവൽ ഡിഫിക്കൽട്ടി, ലോ ലെവൽ ഡിഫിക്കൽട്ടി എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ഈ പറയുന്ന ഏത് വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു. സോ AP യൂണി ഞാൻ പേഴ്സണലി ഉപയോഗിച്ചതാണ്. കൊള്ളാം. ലോഗിൻ ചെയ്യേണ്ടി വരും, Gmail വെച്ച്, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി അടുത്തത് നമ്മളേതാ? ആൽഫ PT ഭയങ്കര പോപ്പുലർ ആണ്. നമ്മൾ വീഡിയോ കാണുന്ന പലവരും ആൽഫ PT ആയിരിക്കും ഉപയോഗിക്കണം. നല്ല വെബ്സൈറ്റ് ആണ്. പക്ഷെ അത് മാത്രമല്ല, ഇവരുടെ ഈ ഇന്റർഫേസ് അത്യാവശ്യം നല്ല ഡീസന്റ് ആണ്, നല്ല രസമാണ്. പക്ഷെ മനസ്സിലാക്കിയോ, പരീക്ഷയിൽ ഇത്രയും ഇൻട്രസ്റ്റിംഗ് റൈറ്റ് കളേഴ്സ് ഉള്ള ഒരു ഇന്റർഫേസ് ആയിരിക്കത്തില്ല. പരീക്ഷയിൽ ഒരുമാതിരി ചത്ത ഇന്റർഫേസ് ആയിരിക്കും. അത് പരീക്ഷ എഴുതിയവർക്ക് മനസ്സിലാവും കേട്ടോ. അപ്പൊ ആ ഒരു കോൺട്രാസ്റ്റ് വരും. പക്ഷെ ക്വസ്റ്റ്യൻ ടൈപ്സ് കൊള്ളാം. ഞാൻ ഇപ്പൊ AP യൂണിയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെ ആപ്ലിക്കബിൾ ആണ്. പൈസയൊന്നും കൊടുക്കരുത്. പക്ഷെ അവരുടെ ഫ്രീ റിസോഴ്സ് ഒക്കെ ഉപയോഗിക്കുക. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ലാംഗ്വേജ് അക്കാഡമി ഭയങ്കര പോപ്പുലർ ആണ്. അവരുടെ വെബ്സൈറ്റും അത്യാവശ്യം ഡീസന്റ് ആണ്. അവരുടെ വെബ്സൈറ്റിലും ഈ ലോഗിൻ ചെയ്യേണ്ടി വരും. എന്നിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. അതൊക്കെ ആക്സസ് ചെയ്യാം. പ്രാക്ടീസ് വൈസ് ലാംഗ്വേജ് അക്കാഡമി യൂസ് ചെയ്യാം. ഇനി മോക്ക് ടെസ്റ്റ്, ഏത് മോക്ക് ടെസ്റ്റ് എഴുതും? പലയധികം വെബ്സൈറ്റുകളുണ്ട്, അതിന്റെയൊക്കെ മോക്ക് ടെസ്റ്റുകളുണ്ട്. ഏത് മോക്ക് ടെസ്റ്റ് എഴുതണമെന്ന് നമുക്ക് നോക്കാം. PTmockTest.com എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അവിടെ ചെന്നാൽ നിങ്ങൾക്ക് ഈ ഓരോരോ സെഷണൽ മോക്ക് ടെസ്റ്റ് കിട്ടും ഫ്രീ ആയിട്ട്. ബാക്കിയെല്ലാം കുറെ കഴിയുമ്പോൾ പെയ്ഡ് ആവും. പക്ഷെ ഫ്രീ ആയിട്ട് കിട്ടുന്ന എല്ലാ സോഴ്സും നിങ്ങൾക്ക് ഉപയോഗിക്കാം. മോക്ക് ടെസ്റ്റ് എപ്പോൾ എഴുതണം? പരീക്ഷ എഴുതുന്നതിന് ഒരാഴ്ച മുമ്പെങ്കിലും മോക്ക് ടെസ്റ്റ് എഴുതണം. ഞാൻ പറയണം, ശ്രദ്ധിച്ച് കേൾക്കണം. പരീക്ഷയ്ക്ക് തലേന്നോ 3 ദിവസം മുമ്പൊന്നും ഇതിലുള്ള മോക്ക് ടെസ്റ്റ് എഴുതരുത്. തേർഡ് പാർട്ടി വെബ്സൈറ്റിൽ മോക്ക് ടെസ്റ്റ് എഴുതരുത്. കാരണം ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസൈഡ് സ്കോർ കിട്ടാൻ പോണില്ല. നിങ്ങൾ പരീക്ഷ ഇരുന്ന് പെർഫോം ചെയ്യുന്നതിന്റെ പകുതി മാർക്കെങ്കിലും നിങ്ങൾക്ക് കിട്ടിയാൽ വളരെ വലിയ കാര്യമാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞതുപോലെ ഒന്നിനും സ്പീക്കിംഗ് അസസ് ചെയ്യാനും റൈറ്റിംഗ് അസസ് ചെയ്യാനും ഒന്നും ഉള്ള കഴിവ് ഈ വെബ്സൈറ്റുകൾക്ക് ഇല്ല. ഇവർക്ക് ഒരു AI ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ പിയേഴ്സന്റെ AI അല്ലല്ലോ. പിയേഴ്സന്റെ സോഫ്റ്റ്വെയർ ഇവർക്ക് ആർക്കെങ്കിലും കൊടുക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സോ അത് മനസ്സിലാക്കുക. ഓക്കെ, പിയേഴ്സന്റെ സ്കോറിങ് പോലെ ഒരിക്കലും ഈ ഒരു വെബ്സൈറ്റിനും ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾ പരീക്ഷയിൽ നിന്ന്, ഞാനിപ്പം പരീക്ഷയിൽ ഹയസ്റ്റ് ബാൻഡ് അടിച്ചെടുത്താൽ ഞാൻ ഈ ഏതെങ്കിലും വെബ്സൈറ്റിൽ ചെന്ന് പ്രാക്ടീസ് ചെയ്താലും എനിക്ക് 50,
40, 60 ഒക്കെ കിട്ടത്തുള്ളൂ. പക്ഷെ പരീക്ഷ അടുത്ത ദിവസം എഴുതിയാൽ പെർഫെക്റ്റ് 90. അതാണ് വ്യത്യാസം. അതോ ഇതിന്റെ സ്കോർ നമ്പരുത്. പിന്നെ ഒരു പ്രാക്ടീസിന് വേണ്ടി ഒരു 2 മണിക്കൂറൊക്കെ ഇരുന്ന് നമ്മൾ പരീക്ഷ എഴുതുന്നതിന് പോലെ സിമിലർ ആയിട്ടുള്ള ഒരു സംഭവത്തിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യാം. ptmockTest.com കൊള്ളാം. E2PTയിൽ കുറച്ച് ഫ്രീ റിസോഴ്സുകളുണ്ട്. അവരുടെ സാധനങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, പ്രാക്ടീസിന് വേണ്ടി ഉപയോഗിക്കാം. ഒരു പെയ്ഡ് സാധനത്തിനും പോരുത്. അതിൽ മിക്കതും പെയ്ഡാണ്. ഫ്രീ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിക്കാം. ആൽഫ PTയിൽ പലധികം ഫ്രീ മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്. അതൊക്കെ ഉപയോഗിച്ചോ. ഞാൻ പറഞ്ഞതുപോലെ ഒരാഴ്ച മുമ്പ്, കാരണം 3 ദിവസം മുമ്പ് ഇതുപോലത്തെ വെബ്സൈറ്റിൽ കയറി പ്രാക്ടീസ് ചെയ്ത് മാർക്ക് കുറഞ്ഞാൽ നിങ്ങളെ കോൺഫിഡൻസിനെ ബാധിക്കും. പരീക്ഷ ചെന്ന് പിന്നെ ഒന്നും പറയണ്ടല്ലോ. സോ കോൺഫിഡൻസിനെ ബാധിക്കുന്ന ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യാതിരിക്കുക. വാട്ട് ടു ഡു 3 days ബിഫോർ ദി എക്സാം. പിന്നെ ലാസ്റ്റ് മിനിറ്റ് സർവൈവൽ ടിപ്സ്, PT സർവൈവൽ ടിപ്സ്, ലാസ്റ്റ് മിനിറ്റ് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്നൊക്കെ പറഞ്ഞ് എല്ലാ വീഡിയോകളും ചെയ്തിട്ടുണ്ട് ഞാൻ എന്റെ ചാനലിൽ. അതൊക്കെ ചെന്ന് ചെക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലാംഗ്വേജ് അക്കാഡമി കുറെ സെക്ഷണൽ മോക്ക് ടെസ്റ്റുകളും ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. ഒരു ഫുൾ സ്കോഡ് മോക്ക് ടെസ്റ്റ് അവർ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. ഉപയോഗിക്കുക. അത് ഉപയോഗിച്ചോ പരീക്ഷയ്ക്ക് ഒരാഴ്ച മുമ്പ്. കാരണം അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസൈർഡ് സ്കോർ കിട്ടാൻ പോണില്ല. അപ്പൊ ഏത് മോക്ക് ടെസ്റ്റിനെ നമ്പാം? പിയേഴ്സിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലുള്ള മോക്ക് ടെസ്റ്റിനെ നമ്പാം. PT കോർ എഴുതുന്നവർക്ക് ഇത് ആപ്ലിക്കബിൾ അല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം PT അക്കാഡമിക്കിന് സിമിലർ ആയിട്ട് തന്നെയാണ് PSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ PT സ്കോഡ് മോക്ക് ടെസ്റ്റ്. ബട്ട് ദെൻ PT കോർ എഴുതുന്ന ആൾക്കാർക്കും വേണമെങ്കിൽ വാങ്ങിച്ച് എഴുതിക്കോ. ഒരു ഏകദേശം 2500 രൂപയാവും. അത് പേ ചെയ്യുക. ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് പേ ചെയ്യുക. ഒരു ഒറ്റ യൂസേ ഉള്ളൂ ഈ ഒഫീഷ്യൽ മോക്ക് ടെസ്റ്റിന്. അവിടെ നല്ല ഹെഡ്സെറ്റും വെച്ച് നല്ല ക്ലീൻ ആയിട്ടുള്ള എൻവയോൺമെന്റ്, ശബ്ദം ഒന്നും ഇല്ലാത്തൊരു എൻവയോൺമെന്റിൽ ഇരുന്ന് പരീക്ഷ എഴുതുക. നല്ല ഹെഡ്സെറ്റ് ആണ് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോണത് ഓൾമോസ്റ്റ് സിമിലർ മാർക്സ് ആയിരിക്കും. പരീക്ഷയിൽ കിട്ടണ ഓൾമോസ്റ്റ് സിമിലർ. ഒരു 5 മാർക്ക് മുകളിലോട്ടോ താഴോട്ടോ പോവാം. ഓക്കെ, അപ്പൊ ഈ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസൈർഡ് സ്കോർ കിട്ടിയാൽ അപ്പം നിങ്ങൾക്ക് പരീക്ഷ ബുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഈ പരീക്ഷയ്ക്ക് 5 ദിവസം മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസൈർഡ് സ്കോർ കിട്ടിയാൽ കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് പോവാം. ഓക്കെ, പരീക്ഷ തലേന്നൊന്നും ഞാൻ ഈ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്താൽ ഞാൻ പറയത്തില്ല. പരീക്ഷ ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ PSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി മോക്ക് എഴുതിയിരിക്കണം. ഓക്കെ, ഇതാണ് ഞാൻ പറയാറ്. സോ ഇതാണ് എന്റെ വീഡിയോ. വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണെന്ന് എനിക്കറിയാം. വളരെയധികം എഫേർട്ട് ഇട്ട് ചെയ്യുന്ന വീഡിയോ ഉണ്ട്. ലൈക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. PT റിലേറ്റഡ് ആയിട്ട് കണ്ടന്റ് എല്ലാ 2 ദിവസവും ചെയ്യും. അതൊക്കെ ചെന്ന് ചെക്കൗട്ട് ചെയ്യുക. കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ഡു കൺസിഡർ സബ്സ്ക്രൈബിങ്. പിന്നെ യൂട്യൂബ് വഴിയുള്ള പഠനം പോരാന്ന് തോന്നുന്നവർക്ക് ഞാൻ ഒരു പെയ്ഡ് കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൽ. താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. PT റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുമായിട്ട് 2 ദിവസത്തിനുള്ളിൽ എത്താം. അതുവരെ സ്റ്റേ സേഫ്, കീപ് ലേണിംഗ് ആൻഡ് കീപ് ദിസ് ഇൻ മൈൻഡ്. We are in this together.